ഫിഫയുടെ തന്നെ മനുഷ്യാവകാശ ഫ്രെയിംവർക്കിനകത്ത് വരുന്നതല്ല നിലവിൽ അമേരിക്കയുടെ അല്ല ട്രംപിൻ്റെ ഭരണ നയങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങളിൽ. 2026 ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകത, ഫിഫ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ലോകകപ്പിന് വേണ്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് അതിന് ബിഡ്ഡിങ് നടക്കുന്ന സമയത്ത് 2015-16 ലോകമാധ്യമങ്ങൾ മുഴുവൻ ഖത്തർ വേൾഡ് കപ്പിനെതിരായിരുന്നു. അവിടെ സ്റ്റേഡിയം ഉണ്ടാക്കിയപ്പോൾ തൊഴിലാളികൾ വീണ് മരിച്ചു. അവർ അണ്ടർ പേയിങ് ആണ്, അവർക്ക് വേണ്ടത്ര ശമ്പളം കൊടുക്കുന്നില്ല, നല്ല വെയിലത്ത് നിന്ന് അവർ പണിയെടുക്കുന്നു, വെള്ളം കുടിച്ചില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ക്യാമ്പയിൻ പോലെ ആഗോള മാധ്യമങ്ങൾ, BBC ആയിരുന്നു എൻ്റെ ഏറ്റവും മുൻപന്തിയിൽ, ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ഫിഫ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ജിയാനി ഇൻഫാന്റിനോ അയാൾ അധികാരത്തിൽ വരുന്നത്. അയാളുടെ കാർമ്മികത്വത്തിലാണ് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ മനുഷ്യാവകാശങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഖത്തറിലാവട്ടെ, മുമ്പ് റഷ്യയിൽ വേൾഡ് കപ്പ് നടന്നപ്പോഴും റഷ്യയിലെ പ്രശ്നം നോർത്ത് കൊറിയയിൽ നിന്നുള്ള അടിമ ജോലിക്കാരെ കൊണ്ടുവന്ന് അവിടെ സ്റ്റേഡിയങ്ങൾ വീണെന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം. ഓക്കെ, അതൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതാണ്. പക്ഷേ ഖത്തറിൻ്റെ കാര്യത്തിൽ അത് ഒരു അളവിൽ കവിഞ്ഞ രീതിയിലുള്ളൊരു റിപ്പോർട്ടിംഗ് ലോകമാധ്യമങ്ങളിൽ നിന്നുണ്ടായി. അതും ശരിയാണ്. അതേ തുടർന്നാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നത് ഫിഫ. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക് അനുസരിച്ച് വേൾഡ് കപ്പ് നടത്തണം എന്നുള്ളതാണ് ഫിഫയുടെ തീരുമാനം. ആ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക് വെച്ച് അമേരിക്കയിൽ ഒരു കളി നടത്താൻ പറ്റില്ല. കാരണം ഈ കളിക്കാർക്കൊന്നും അവിടെ പ്രവേശനം പോലുമില്ല. ഇൻക്ലൂസീവായിരിക്കണം ഫുട്ബോൾ ഡിവൈഡ് ചെയ്യാനുള്ളതാവരുത്. ഇൻക്ലൂസിവിറ്റിയാണ് അതിൻ്റെ പ്രധാനം എന്നുള്ളതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനം തന്നെ. എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആവുക? ഇപ്പോൾ ഫിഫയുടെ മാനദണ്ഡ പ്രകാരം ഒരു ഫുട്ബോൾ വേദിക്കും പുറത്തോ അല്ലെങ്കിൽ ഫുട്ബോൾ നടക്കുന്ന സമയത്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ആ പ്രൊട്ടസ്റ്റിനെ ജനാധിപത്യപരമായി നേരിടണം ആ ഭരണകൂടം, ഏത് സിറ്റിയിലാണോ നടക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ റാലികളൊക്കെ നടന്നേക്കാം ഫുട്ബോൾ മത്സരത്തിന് അനുബന്ധിച്ച്, അതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ പാടില്ല. പക്ഷേ അമേരിക്കയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു തരത്തിലുള്ള പ്രൊട്ടസ്റ്റും അനുവദിക്കുന്നില്ല. ആ പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. മറ്റൊന്ന് ഇമിഗ്രേഷൻ പോളിസിയാണ്. ഇപ്പോൾ ഐസ് എന്ന പേരിലൊരു ഒരു സൈനിക വിഭാഗമാണ് ഈ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. മനുഷ്യത്വരഹിതമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫിഫയുടെ തന്നെ മനുഷ്യാവകാശ ഫ്രെയിംവർക്കിനകത്ത് വരുന്നതല്ല നിലവിൽ അമേരിക്കയുടെ അല്ല ട്രംപിൻ്റെ ഭരണ നയങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങളിൽ.